ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും 2 പതിറ്റാണ്ടിനെ നടന്ന ദുരൂഹമരണങ്ങളുടെയും കൂട്ടശവസംസ്കാരങ്ങളുടെയും തിരോധാന കേസുകളുടെയും ചുരുളഴിയുമോ? ഇവിടെ കുഴിച്ചു മൂടിയ സത്യങ്ങൾ പുറത്തുവരുമോ? ധർമ്മസ്ഥല കേസിൽ SIT കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെ 7000 പേജുള്ള റിപ്പോർട്ട് ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കർണാടക DGP ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ അന്വേഷണത്തിനായി രൂപീകരിച്ചത്. ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതടക്കം നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ SIT അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്ങാടി കോടതിയിലാണ് SIT സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. 12 ഫയലുകൾ അടങ്ങുന്ന 7000-ലധികം പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇതിനോടൊപ്പം വീഡിയോ മൊഴിയോടുകൂടിയ ഹാർഡ് ഡിസ്കും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ 255 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഫോറൻസിക് ലാബിലേക്ക് അയച്ച മനുഷ്യ തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ, മൊബൈൽ ഫോണുകൾ, രേഖകൾ എന്നിവയുൾപ്പെടെ എല്ലാ വസ്തുക്കളും SIT ഉദ്യോഗസ്ഥർ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനിടയിൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയും ഭാര്യയോടൊപ്പം കോടതി പരിസരത്തെത്തിയിരുന്നു. ധർമ്മസ്ഥല കേസിൽ കോടതിയിൽ ചിന്നയ്യയുടെ വാദം കേൾക്കാനുണ്ടായിരുന്നു. വാദം കേട്ട കോടതി കേസ് ഓഗസ്റ്റ് 29-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി SIT റിപ്പോർട്ട് സമർപ്പിച്ചതോടെ ധർമ്മസ്ഥല കേസിൽ ഇനി കോടതി വിധി നിർണായകമാകും. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.